ഒരു ദിവസം ആയതുകൊണ്ട് രാവിലെ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ച് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേന് കാടൊക്കെ കളയാമെന്ന് വിചാരിച്ചു. എന്നാൽ കാട് കളയാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേന് ഒരു പ്രാവശ്യം ചെന്നാനായിട്ട് നമ്മൾ ഇറങ്ങിയതാട്ടോ. അന്നേരം ഒരു വെള്ളിക്കട്ടനും ചെങ്കുരിനൊക്കെ പോലെ പാമ്പിനെ കണ്ടതുകൊണ്ട് എന്നാൽ പിന്നെ മരുന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ മരുന്ന് മേടിക്കാൻ വണ്ടി എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് നമ്മളങ്ങ് ഇറങ്ങി. ഞായറാഴ്ച ദിവസം ഉണ്ട്, അധികം തിരക്കൊന്നുമില്ല കേട്ടോ. പോകുന്ന വഴിക്കാട്ടോ ഒരു ജലസംഭരണിയുള്ളത്. സാധാരണക്കാരായ കുറച്ച് അധികം ചെറുപ്പക്കാരുടെയും കൂലിപ്പണിക്കാരുടെയും വിയർപ്പും ചോരയും കൊണ്ട് കെട്ടിപ്പടുത്ത ഈ സംരംഭം സർക്കാരിൻ്റെ അധീനതയിൽ ഉള്ളതാണ് കേട്ടോ. അകത്തേക്ക് പോകുന്നവർ വെറും കൈയോടെ എന്തായാലും തിരിച്ചു വരാനില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. ഇതാണ് കേട്ടോ ഈ പ്രദേശത്തെ ഏക ജലസംഭരണി. അങ്ങനെ നമ്മൾ വളക്കടയിൽ എത്തിയിട്ടോ. അങ്ങനെ ചേട്ടനോട് നമ്മൾ മരുന്നിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ചേട്ടൻ 2 ടൈപ്പ് മരുന്നുകളുണ്ടെന്നാണ് പറഞ്ഞത്. ഒരു മരുന്ന് കാടും വേരും കരിയുന്ന മരുന്നും ഒരു മരുന്ന് കാട് മാത്രം കരിയുന്ന മരുന്നും കേട്ടോ. കാടും വേരും കരിയുന്ന മരുന്നില്ലാത്തതുകൊണ്ട് നമ്മൾ കാട് മാത്രം കരിയുന്ന മരുന്നാണ് കേട്ടോ നമ്മൾ എടുത്തത്. കടയിലെ ചേട്ടൻ പറഞ്ഞതനുസരിച്ച് അതടിച്ച് കഴിഞ്ഞാൽ 3 ദിവസത്തിനുള്ളിൽ റിസൾട്ട് അറിയുമെന്നാണ് കേട്ടോ പറഞ്ഞത്. അങ്ങനെ നമ്മൾ പൊടി പിടിച്ചിരുന്ന മെഷീൻ നമ്മളെടുത്ത് പുറത്തിറക്കി കേട്ടോ. ഇത് 5 ലിറ്ററിൻ്റെ ടാങ്കാണ് കേട്ടോ. അങ്ങനെ നമ്മൾ മെഷീൻ സെറ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെ നമ്മുടെ മെഷീൻ വർക്കിംഗ് കണ്ടീഷനാണെന്ന് നോക്കിയ ശേഷം നമ്മളങ്ങനെ പുറത്തേക്ക് ഇറക്കി കേട്ടോ. ഇത് പ്രസ് ചെയ്ത് വേണം ഇടത്തേക്ക് തിരിക്കാൻ, ഇല്ലെങ്കിൽ ഊരി പറഞ്ഞത് കയ്യിലിരിക്കും കേട്ടോ. ഇതിൽ നമ്മൾ 2 ലിറ്റർ വെള്ളം നിറച്ചിട്ടുണ്ട് കേട്ടോ. 2 ലിറ്റർ വെള്ളത്തിന് 50 ml എന്നതാട്ടോ കണക്ക്. അങ്ങനെ നമ്മൾ ഇതിലേക്ക് മരുന്ന് പൊട്ടിച്ച് ഒഴിക്കുക കേട്ടോ. മരുന്ന് നമ്മൾ 50 ml അടപ്പിലേക്ക് ഒഴിക്കുക കേട്ടോ. പരമാവധി മാസ്ക് ഇട്ടുകൊണ്ട് വേണം കേട്ടോ ഇതൊക്കെ ഉപയോഗിക്കാൻ. അങ്ങനെ നമ്മൾ മരുന്ന് 2 ലിറ്റർ വെള്ളത്തിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യുക കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഈ സാധനം ഉപയോഗിച്ച് നമ്മൾ റൈറ്റിലേക്ക് തിരിച്ച് ഗ്യാപ്പില്ലാത്ത വിധം നമ്മൾ നന്നായി ടൈറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മളിത് നന്നായി പമ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ പമ്പ് ചെയ്തതിന് ശേഷം അവർ വെള്ളം ചാടാനായി തയ്യാറായി നിൽക്കുക കേട്ടോ. ഈ രീതിയിലുള്ള കീടനാശിനികൾ ഉപയോഗിക്കുന്നവർ പ്രധാനമായും കുട്ടികളുള്ള വീട്ടിൽ പരമാവധി ഉപയോഗിച്ച ശേഷം സൂക്ഷിച്ചു വെക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ നന്നായി കുളിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുവിധം വെയിൽ കണ്ടതിൻ്റെ ധൈര്യത്തിലാട്ടോ നമ്മളിതെല്ലാം അടിച്ചു തുടങ്ങിയത്. എന്താവുമോ എന്തോ, മഴ പെയ്യാതിരുന്നാൽ ഭാഗ്യം. അങ്ങനെ നമ്മൾ ഒരു ഇതൊക്കെ അവിടെ ഇവിടെയൊക്കെ അടിച്ച് തീർന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ കാടിരിക്കൽ പരിപാടിയെല്ലാം കഴിഞ്ഞ് 3 ദിവസത്തേനുള്ള കാത്തിരിപ്പിലാണ് കേട്ടോ.